പ്രിയ ദൈവജനമേ, സ്വർഗത്തിൻ്റെയും ഭൂമിയിലെ സൃഷ്ടാവായ ദൈവം തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയക്കാൻ തിരഞ്ഞെടുത്ത വഴി അത്യന്തം വിസ്മയകരമാണ്. അസാധ്യമായതൊന്നുമില്ലാത്ത ദൈവത്തിന് ഒരു നിമിഷം കൊണ്ട് ആകാശമേഘങ്ങളിൽ നിന്ന് പൂർണ്ണരൂപത്തിൽ അവതരിക്കാമായിരുന്നു. എന്നാൽ പിതൃത്വത്തെയും മാതൃത്വത്തെയും ബഹുമാനിക്കാൻ ആഗ്രഹിച്ച ദൈവം ഒരു കുടുംബത്തിൻ്റെ വിശുദ്ധമായ ചട്ടക്കൂടാണ് തിരഞ്ഞെടുത്തത്. പരിശുദ്ധ മറിയത്തിൻ്റെ ഉദരത്തിൽ ജനിച്ച് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ സംരക്ഷണയിൽ വളർന്നതിലൂടെ കുടുംബം എന്ന ദൈവിക സംവിധാനം അതിദൈവികമാണെന്ന് ക്രിസ്തു ലോകത്തിന് കാണിച്ചു തന്നു. ഇതാ കർത്താവിൻ്റെ ദാസിനിയുടെ വാക്കിനിൽ നിറവേറട്ടെ എന്ന മറിയത്തിൻ്റെ ലൂക്ക 1:38 സമ്മതവും നീതിമാനായ യൗസേപ്പിൻ്റെ കരുതലും വഴി കുടുംബം എന്ന സ്നേഹകൂട്ടായ്മയെ ദൈവം ഭൂമിയിലെ തൻ്റെ വാസസ്ഥലമാക്കി മാറ്റി. ഫാത്തിമയിലെ മൂന്നാമത്തെ രഹസ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അനുതാപത്തിൻ്റെയും പ്രായശ്ചിത്തിൻ്റെയും ആവശ്യകതയെക്കുറിച്ചാണ്. ജ്വലിക്കുന്ന വാളുമായി നിൽക്കുന്ന മാലാഖ പ്രായശ്ചിത്തം 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 എന്ന് ഉദ്ഘോഷിക്കുമ്പോൾ സഭയും പരിശുദ്ധ പിതാവ് നേരിടുന്ന പീഡനങ്ങളുടെയും സഹനങ്ങളുടെയും ദർശനമാണ് സിസ്റ്റർ ലൂസിയ നമുക്ക് നൽകുന്നത്. സാത്താൻ കുടുംബങ്ങൾക്കും വിവാഹബന്ധങ്ങൾക്കും നേരെ തൻ്റെ അവസാന പോരാട്ടം നടത്തുമെന്ന് ലൂസിയ പുണ്യവതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനാൽ തകർന്ന കുടുംബ ബന്ധങ്ങളെ സ്നേഹത്തിലൂടെയും വിട്ടുവീഴ്ചയിലൂടെയും വിളക്കി ചേർക്കാനും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് മടങ്ങി വരാനും നാം തയ്യാറാകണം. ഈ ആത്മീയ ആയുധങ്ങളിലൂടെ മാത്രമേ നമുക്ക് തിന്മയെ പരാജയപ്പെടുത്തുവാനും കുടുംബ ബന്ധങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും കുടുംബം കർത്താവിൻ്റെ ഫൗണ്ടേഷനിൽ കെട്ടിപ്പടുക്കുവാനും സാധിക്കും. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഓരോ കുടുംബവും ഒരു ചെറു സഭയാണ് എന്നാണ്. ക്രിസ്തു മാതാപിതാക്കൾക്ക് കീഴ്വഴങ്ങി വളർന്നതിലൂടെ മക്കൾ മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി. പിതാവിനെ ബഹുമാനിക്കുന്ന പാപപരിഹാരം ചെയ്യുന്നുവെന്ന് പ്രഭാഷകൻ 3:3 നാം വായിക്കുന്നു. ഈ വചനം കുടുംബ ബന്ധങ്ങൾ എത്രത്തോളം പവിത്രമാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ആധുനിക ലോകത്ത് കുടുംബ ബന്ധങ്ങൾ തകരുമ്പോൾ നസ്രത്തിലെ തിരുക്കുടുംബം നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാകണം. പ്രിയ സഹോദര സഹോദരി, പിതാവിൻ്റെ കരുതലിലും അമ്മയുടെ വാത്സല്യത്തിലും വളരുന്ന കുട്ടികൾ ദൈവകൃപയിൽ വളരുന്നു. ഈ ക്രിസ്മസ് കാലത്ത് നമ്മുടെ വീടുകളെ സ്നേഹവും പ്രാർത്ഥനയും നിറഞ്ഞ ഒരു പുൽക്കൂടാക്കി നമുക്ക് മാറ്റാം. അവിടെ ദൈവം എപ്പോഴും വസിക്കട്ടെ. ആമേൻ.